അപ്പോൾ ഫ്രണ്ട്സേ, വയനാട്ടിലാണല്ലേ, തറവാട്ടിലേക്കൊന്ന് പോകണം. സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നു. രാവിലെ പോകുന്ന കോഴിക്കോട് നിന്ന്. അപ്പം സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു. അപ്പോൾ വീട്ടിലേക്ക് പോകണതുണ്ടല്ലോ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. ഇവിടുന്ന് കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പം അങ്ങ് ആ ബേക്കിലേക്ക് കാണുന്നുണ്ടോ, അവിടെയാണ് ബസ് ഇറങ്ങേണ്ട സ്ഥലം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വരണം. അതുപോലെ തന്നെ ഇനിയുണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട്. വൈകി ഒരു 6 മണി കഴിഞ്ഞതിലൊന്നും ആളുകൾ അധികം ഉണ്ടാകാറില്ല കേട്ടോ. കാരണം ഡേഞ്ചറസ് ആണ്. ആനുണ്ടാവും, കട്ടിപ്പ ഉണ്ടാവും, കരടി ഉണ്ടാവും, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഈ ഫോറസ്റ്റിലുണ്ട്. അപ്പോൾ വന്ന കാര്യം എന്തായാലും നടന്നു. സർട്ടിഫിക്കറ്റിന് വന്നതാണ്, അതെന്തായാലും കിട്ടി, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് ചോറൊക്കെ കഴിച്ചിട്ട് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പെരേ പോയിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതൊരു വിഷമവും. പിന്നെ നല്ല വല്യമ്മാൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ, നല്ല കണ്ണിമാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്, കണ്ണിമാങ്ങ ഉപ്പിലിട്ട് ഇരിപ്പുണ്ട്, വലിയ മാങ്ങ ഉപ്പിലിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ, മക്കൾക്കൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഹാപ്പിയാണ്. പിന്നെ നല്ല ഉപ്പിലിട്ട മാങ്ങേൻ്റെ തേങ്ങാ ചമ്മന്തിയൊക്കെ കാന്താരിമുളകൊക്കെ വെച്ച് അടിക്കാനും സെറ്റാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ എടുക്കണം. ഇവിടുന്ന് ഏകദേശം ഇങ്ങനെ നോക്കിയാൽ ആ കുന്നുണ്ടോ, ആ കുന്നിൻ്റെ ഉള്ളേരിയയിലാണ് കേട്ടോ. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററുണ്ട്. 1/2 കിലോമീറ്ററോടെ ചെന്നാൽ വീട് കാണുള്ളൂ. ഇപ്പോൾ വീട് പണിയൊക്കെ ഈ പഴയ പെരയാണ്, വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ഞാൻ വൈകിട്ട് തന്നെ തിരിച്ചു പോവും, കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവും. ഇന്നിപ്പം ഇങ്ങോട്ട് പോരേണ്ട വന്നുകൊണ്ട് കമ്പനിയിൽ എല്ലാത്തിനും ലീവ് കൊടുത്തിട്ട് പോന്നേക്കാം. അല്ലാണ്ട് ഒരു രക്ഷയില്ല. അവിടെ ഇല്ലെങ്കിലും ശരിയാവില്ല. അതുകൊണ്ട് ചെക്കന്മാരെയൊക്കെ ഫുള്ളൊന്ന് ലീവാണ്, ഇന്ത്യക്കാരൊക്കെ ലീവാണ്. വന്ന മാർക്കറ്റിംഗ് സ്റ്റാഫുകളൊക്കെ എല്ലാത്തിനും ലീവാക്കിപ്പിച്ചു. അപ്പോൾ ഇനി വീട്ടിൽ കയറിങ്ങാണ്ട് ഫുഡും കഴിച്ച് അമ്മാൻ വരുന്നുണ്ട് എൻ്റെ കൂടെ. നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പുള്ളി. കുറച്ച് ദിവസം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവിടെ. അപ്പോൾ ഈ തവണ മൂപ്പരെ ഞാൻ വരുമല്ലോ എന്തായാലും, എന്നാൽ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിനെ കൂട്ടിയിട്ട് വേണം ഇന്ന് പോവാൻ. ഇവിടെ വരുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ആനയൊക്കെ ഓടിച്ചിട്ട് പരിപ്പിളക്കിയിട്ടുണ്ട്. എന്താ ആന ഓടിച്ചാലും നമ്മൾ പാതിരാത്രിക്ക് പെരേ കയറുള്ളൂ എന്ന് വരില്ല, എന്തും പറഞ്ഞാലാണ് കേട്ടോ. വേറെന്താ വിശേഷം? ഇന്ന് വയനാട്ടിലേക്ക് വന്ന, തറവാട്ടിലേക്ക് വന്ന ഒരു വിശേഷം നിങ്ങളോടുമായിട്ട് പങ്കുവെച്ചാണ് കേട്ടോ. എന്ത് നല്ല സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആനക്കൊല്ലി എന്നത് പറയാം, 24 മണിക്കൂർ കൂടി ആന ഉണ്ടാവും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഫുള്ള് ഓടയാണ്. ആനകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ഓടയാണ്. ഇപ്പം ഈ